ഇറങ്ങിപ്പോകുന്ന പോക്കിന് ദൂരദർശനും പോക്കറ്റിലാക്കിയാണ് BJPയും മോദിയും പിൻവാങ്ങുന്നത്. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ദൂരദർശന് BJP എന്ന പാർട്ടിയേക്കാൾ പാരമ്പര്യവും പ്രൗഢിയുമുണ്ട്. 10 വർഷത്തെ ഭരണം കഴിഞ്ഞ പടിയിറങ്ങുന്നതിന് തൊട്ടു മുൻപ് ദൂരദർശനെ ഒന്നാകെ കാവ്യവൽക്കരിച്ചുകൊണ്ടാണ് മോദിയും കൂട്ടരും അജണ്ടകളിൽ അവസാനത്തേതും പൂർത്തിയാക്കിയത്. ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും പണം കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ദൂരദർശൻ കെട്ടിപ്പൊക്കിയത്. അത് കാവ്യവൽക്കരിക്കാൻ ആരാണ് BJPക്കും മോദിക്കും അധികാരം നൽകിയതെന്ന ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വികസനങ്ങളും ഭാവി പരിപാടികളും നിർണായക അറിയിപ്പുകളും കൈമാറുന്നതിനാണ് ദൂരദർശൻ ഈ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അത് BJPയുടെ അജണ്ടകൾ കൈമാറാനുള്ളൊരു പ്ലാറ്റ്ഫോമാക്കി മാറ്റുകയാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP ചെയ്തു വരുന്നത്. ദൂരദർശനും ആകാശവാണിയും നടത്തുന്ന പ്രസാർ ഭാരതിയെ സർക്കാർ ഒന്നടങ്കം പിടിച്ചടക്കിയെന്നത് വെറും ആരോപണം മാത്രമായി കാണാനാകില്ല. കല, സാംസ്കാരികം, സാമൂഹിക രംഗങ്ങളിൽ ഹിന്ദുത്വ വേരുകൾ ആദ്യം പടർന്നിറങ്ങിയത് ഈ സർക്കാർ സ്ഥാപനങ്ങളിലാണെന്ന ആക്ഷേപം കഴിഞ്ഞ കുറച്ചു നാളുകളിലായി പല കോണിൽ നിന്നും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷത്തിൻ്റെ സ്തുതിപാഠകരായി ഇവ മാറുന്നുവെന്ന വിമർശനത്തിന് ആരംഭകാലം മുതലുള്ള പഴക്കമുണ്ടായിരിക്കണം. പക്ഷേ ഇത്തവണ സ്ഥിതി കുറച്ചു കടുപ്പമാകുന്നത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. ദൂരദർശനും ആകാശവാണിയും നടത്തുന്ന പ്രസാർ ഭാരതി ഭരിക്കുന്ന പാർട്ടിക്ക് ഇണങ്ങുന്ന രീതിയിൽ കാവ്യവൽക്കരിക്കപ്പെടുകയാണെന്ന ആശങ്ക NAJ പോലുള്ള പത്രപ്രവർത്തക സംഘടനയും ഡൽഹി ജേർണലിസ്റ്റ് യൂണിയനും പങ്കുവച്ചിട്ടും മൗനത്തിലിരിക്കുന്ന ദേശീയ മാധ്യമങ്ങളാണ് സത്യത്തിൽ ഇതിന് കുടപിടിക്കുന്നതെന്ന് പറയേണ്ടി വരും. ആദ്യകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ഒത്താശ ചെയ്യാൻ സർക്കാർ വാർത്താ സ്ഥാപനങ്ങളെ മാറ്റുന്നുവെന്നായിരുന്നു ആരോപണം. എന്നാൽ നിലവിലെ ആക്ഷേപം ഭരണകക്ഷിയിലിരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം വളർത്തുന്നതിനു വേണ്ടി അത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ്. അടുത്തിടെയായി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളും ഈ ആരോപണങ്ങളെ ശരിവെക്കുന്നതാണ് എന്ന വിമർശനവും സത്യവും അതിലുമുണ്ട്. ഇനി എല്ലാ ദിവസവും ഭഗവാൻ ശ്രീരാംലല്ലയുടെ ദിവ്യദർശനം ഉണ്ടായിരിക്കുമെന്ന അടിക്കുറിപ്പോടെ ദൂരദർശൻ എക്സിൽ പങ്കുവച്ചൊരു കുറിപ്പ് വിവാദമായിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ ആരതി ദർശനം ഇനി മുതൽ ലൈവായി DD നാഷണൽ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നായിരുന്നു ആ കുറിപ്പിൻ്റെ ഉള്ളടക്കം. ദൂരദർശൻ്റെ ആത്മീയ വ്യാപാരം വലുതല്ലാത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നതെന്ന് നെറ്റിൻസണും അഭിപ്രായപ്പെട്ടിരുന്നു. അത്യാഡംബരപൂർവ്വം നടന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് 21 ദിവസം മുൻപേ തന്നെ രാമക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക പരിപാടികളും വാർത്താ ബുള്ളറ്റിനുകളും ഈ ചാനൽ സംപ്രേഷണം ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഇത്തരം ചോദ്യങ്ങളും ആരോപണങ്ങളും ശരിവയ്ക്കുന്ന തരത്തിലാണ് ഏറ്റവും ഒടുവിൽ ദൂരദർശൻ അവരുടെ ലോഗോ പരിഷ്കരിച്ചിരിക്കുന്നത്. പരമ്പരാഗത നിറത്തിൽ നിന്നത് ഇപ്പോൾ പൂർണ്ണമായും കാവിയാക്കിയിരിക്കുന്നു. രാജ്യം മൊത്തത്തിൽ കാവ്യവൽക്കരണം നടക്കുമ്പോൾ രാജ്യത്തിൻ്റെ സ്വന്തം ചാനലും ഇങ്ങനെ നിറം മാറുകയാണ്. സത്യസന്ധവും നിഷ്പക്ഷവുമായ വാർത്തകൾ മാത്രം എന്ന് അവകാശപ്പെടുമ്പോൾ ദൂരദർശൻ BJPയുടെ കൈപിടിച്ച് സ്വയം അപഹാസ്യരാവുകയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ വിധേയത്വത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു സ്വതന്ത്ര മാധ്യമ സംവിധാനം എങ്ങനെയാണ് സത്യം പറയുക എന്ന ചോദ്യവും ഇവിടെ ഉയർന്നു കഴിഞ്ഞു. അതേസമയം ദൂരദർശനിലെ കാവ്യവൽക്കരണം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം ആളുകൾ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ അജണ്ട പൊളിക്കണമെന്നാണ് ഈ കൂട്ടർ അവകാശപ്പെടുന്നത്.